ഒരു മിസ്റ്റേക്ക് സംഭവിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴിക്കാട്ടം എന്ന് പറയുന്നത് പല ഭാഗത്തു നിന്നായിട്ട് നമുക്ക് കളക്ട് ചെയ്ത് വരുന്നതാണ്. അതെ. അപ്പം അതിനകത്ത് നിരവധി നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന കുമിളിൻ്റെ വിത്തുകളുണ്ടാവും. പിന്നെ കോഴിക്ക് വന്ന അസുഖമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒത്തിരി ഫംഗൽ സാധനങ്ങൾ ഇതിനകത്ത് വരാം. വേസ്റ്റേജ് ആണത്. അപ്പോൾ ഇതിനെ കൊണ്ടുവന്ന് കമ്പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മൊത്തമായിട്ട് വരുന്ന കോഴിയുടെ ആ ഒരു കാഷ്ടം പറമ്പിൻ്റെ ഒരു ഒഴിഞ്ഞ ഭാഗത്ത് മാക്സിമം ഹൈറ്റ് കിട്ടുന്ന രീതിയിൽ ഒരു കൂന പോലെ ഇതിനെ കൂട്ടുക. കൂട്ടിയിട്ടിട്ട് നന്നായിട്ട് നനവ് കൊടുക്കുക. സ്പ്രേ ആയിട്ട് അല്ല, വെള്ളം നന്നായിട്ട് മോട്ടറിന് പമ്പ് ചെയ്ത് ഒഴിച്ചോ, വെള്ളം ഒഴുകുന്ന രീതിയിൽ തന്നെ നനച്ചോ. ആ നനവ് വന്നതിന് ശേഷം ഇതിനെ എയർ ടൈറ്റ് ആയിട്ട്, പുറത്തേക്ക് വായു വരാത്ത അത്ര എയർ ടൈറ്റ് ആയിട്ട് പടുത ഉപയോഗിച്ചിട്ട് ഇതിനെ മൂടണം. മൂടിയിട്ട് അതിനെ ഒരു 10 ദിവസം 15 ദിവസം അതേപോലെ അവിടെ നിലനിൽക്കാൻ അനുവദിക്കുക. അപ്പൊ ഈ ഈർപ്പം ഉള്ളത് കൊണ്ട് ഈ കമ്പോസ്റ്റ് അഴുകാൻ തുടങ്ങും. അഴുകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്വാഭാവികമായിട്ടുള്ള ചൂടുണ്ടാവും. അപ്പൊ ആ ചൂടില് നനവിൽ രൂപപ്പെട്ടു വരുന്ന കുമിളിന്റെ വിത്തുകളെയും മുളച്ചു വരുന്ന വിത്തുകളെയും മറ്റ് ഉപദ്രവം ഉണ്ടാക്കുന്ന കീടങ്ങളെയും എല്ലാം ഇത് നശിപ്പിക്കും. അതുകൂടാതെ ഇതിന്റെ കൂടുതലായിട്ടുള്ള ആ വീര്യം കുറഞ്ഞ് അഴുകി പൊടിഞ്ഞ് ചെടികൾക്ക് ഉപയോഗിക്കാവുന്ന പാകപ്പെട്ടു വരുന്ന ഒരു ജൈവവളമായിട്ട് അത് മാറും. ഒരിക്കലും കൊണ്ടുവരുന്ന കോഴിക്കാട്ടത്തിലേക്ക് നിങ്ങൾ ശർക്കര കലക്കിയിട്ട് ഒഴിക്കരുത്. ഒഴിക്കരുതെന്ന് പറയുന്നതിൻ്റെ കാര്യം, ഇപ്പം നമ്മളിൽ നിൽക്കുന്ന ഈ ഒരു അന്തരീക്ഷത്തിൽ കോടാനുകോടി സൂക്ഷ്മജീവികളുണ്ട്. അതിൽ നമുക്ക് സഹായം ചെയ്യുന്നവരുണ്ടാവും, ഉപദ്രവം ചെയ്യുന്നവരുണ്ടാവും. അതേപോലെ ഈ കൊണ്ടുവന്നിട്ടുള്ള ചാണകം ആണെങ്കിലും കോഴിക്കാട്ടമാണെങ്കിലും ഇതിനകത്തും മിത്രജീവികളും ശത്രുജീവികളും ഉണ്ടാവും. അപ്പൊ ഇതിന് വളരാൻ ഏറ്റവും നല്ലൊരു മീഡിയ ആണ് ഈ ഷുഗർ മീഡിയ. അപ്പൊ അത് കൊടുത്തു കഴിയുമ്പോൾ എപ്പോഴും പ്രശ്നക്കാർക്കായിരിക്കും ആരോഗ്യം കൂടുതൽ ഉണ്ടാവുക. നമുക്ക് ഉപദ്രവം തരാൻ പറ്റിയ ജീവികൾക്ക് എപ്പോഴും കരുത്ത് കൂടുതൽ. നമ്മൾക്ക് നല്ലത് വളരേണ്ടതിന് പകരം മോശമായത് കൂടുതൽ കയറി വളരുകയും നല്ലതിനെ വളരാൻ വിടാതിരിക്കുകയും ചെയ്യും. അപ്പൊ അന്തരീക്ഷത്തിലുള്ള ഏതൊക്കെ സൂക്ഷ്മ ജീവികളാണ് ഇതിനകത്ത് കയറി വളരുന്നതെന്ന് നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രാക്ടീസ് ഒഴിവാക്കുക. നന്നായിട്ട് വെള്ളം കൊടുത്ത് പടുത കൊണ്ട് മൂടി കമ്പോസ്റ്റ് ചെയ്തിട്ട് ആ അഴുകി പൊടിഞ്ഞതിനെ ഒന്നുകൂടി നിരത്തി ഇട്ടിട്ട് നമ്മൾ വേണമെങ്കിൽ അതിനകത്ത് ഒരു കുമിൾനാശിനി ചെറിയ രീതിയിൽ നമ്മളൊന്ന് സ്പ്രേ ചെയ്തിട്ടും കൂടി വേണമെങ്കിൽ നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാം. ഒരിക്കലും കുമിൾനാശിനികൾ കൂടുതലായിട്ട് മണ്ണിൽ ചെല്ലുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കരുത്. ലൈറ്റായിട്ട് ഇളക്കിയിട്ടിട്ട് കാർബൻ ഡൈഓക്സൈഡ് പ്ലസ് മാംഗോസപ്പ് അടങ്ങിയിട്ടുള്ള ഒരു കുമിൾനാശിനി ഈ ഇളക്കിയിട്ട് ഇതിനകത്ത് നമ്മളൊരു സ്പ്രേ കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഇതിനെ ഇളക്കിയിട്ട് മണ്ണിൽ കൊടുക്കുകയാണെങ്കിൽ 100% നമുക്ക് അതിനകത്ത് മുന്നോട്ട് വരുന്ന പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ പറ്റും. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നാണ്. പല അസുഖങ്ങളും പുറത്ത് നിന്ന് നമ്മൾ കൊണ്ടുവരുന്ന വസ്തുവിലൂടെ നമ്മുടെ തോട്ടത്തിലെത്തും. ശർക്കര എന്ന് പറയുന്നതും ഇതേപോലെ രോഗങ്ങളെ ക്ഷണിച്ചു വരുത്താൻ കഴിവുള്ളൊരു സാധനമാണ്. കാരണം ഇതൊന്നും ഒരു വലിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടോ അത്ര ഒരു ഹൈജീനിക് കണ്ടീഷനിലോ വൃത്തിയുള്ള ഒരു സംവിധാനത്തിലോ ഉള്ള ഒരു ഫാക്ടറി സംവിധാനത്തിലല്ല, ഒരു മാൻമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സംഭവമാണ്. അപ്പം ആ ഒരു കരിമ്പിൽ ഉണ്ടായിരുന്ന രോഗാണുവോ ആ ഫാക്ടറിയുടെ പരിസരത്തിൽ അന്തരീക്ഷത്തിലുള്ളതെല്ലാം അതിനകത്ത് മിക്സപ്പായി വരാനും അതിലൂടെ നമ്മുടെ തോട്ടത്തിൽ എത്തിച്ചേരാനും ചാൻസ് ഉണ്ട്. എപ്പോഴും ജൈവ ജീവാണു വളങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് ഏറ്റവും പ്യൂരിറ്റി ഉള്ള സാധനങ്ങൾ, ഏറ്റവും ശുദ്ധമായ പാത്രങ്ങളിൽ മാത്രം അതിനെ പെരുകാൻ അനുവദിക്കണം. അതല്ല എങ്കിൽ നമ്മൾ പെരുകാൻ ഉപയോഗിക്കുന്ന പാത്രത്തിൽ എന്തെല്ലാം ജീവികളുണ്ടോ അതെല്ലാം ഈ നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഇതിനോടൊപ്പം എണ്ണം പെരുകും. ഗുണത്തേക്കാൾ ഉപരി പലപ്പോഴും ദോഷം വരാൻ സാധ്യത കൂടുതലാണ്.